Hello dears, welcome to the class. Today we are going to introduce our 10th unit. Unit name is Dolls. Pava veno Pava. Okay, let's start our class. Sebi and Joji are returning home after selling dolls. Yes, half the dolls sold and 10 dolls left. Today's sale is not bad. കച്ചവടം ചെയ്യുന്നവരാണ് സെബിയും ജോജിയും. അവർ പാവക്കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ജോജി പറയാണ്, അതെ, കൊണ്ടുപോയതിൽ പകുതി എണ്ണം വിറ്റു, 10 എണ്ണം ഇനി ബാക്കിയുണ്ട്. അവരെത്ര പാവയാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക? അതിൻ്റെ പകുതി വിറ്റു. പകുതി വിറ്റിട്ട് ബാക്കി പകുതി എന്ന് പറയുന്നത് 10 എണ്ണമാണ്. സെബി പറയാണ്, ഇന്നത്തെ കച്ചവടം മോശമില്ല, ഇത്രയും വിറ്റുപോയില്ലേ, അതുകൊണ്ടാണ് മോശമില്ല എന്ന് പറയുന്നത്. ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ ബ്രിങ് ഫോർ സെയിൽ? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എത്ര പാവകളാണ് വിൽക്കാനായി കൊണ്ടുപോയത്? എങ്ങനെയാണത് കണക്കാക്കിയത്? അപ്പോൾ എത്ര പാവകളാണ് അവർ വിൽക്കാനായി കൊണ്ടുപോയിട്ടുണ്ടാവുക? നമുക്ക് ആ നമ്പർ തന്നിട്ടില്ല അല്ലേ? പക്ഷേ അവർ വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വന്നത് എത്രയാണ്? 10 പാവകളാണ്. 10 ഡോൾസാണ് ബാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവർ കൊണ്ടുപോയ പാവകളുടെ പകുതിയാണ് ഈ 10 എന്ന്. അപ്പോൾ മറ്റേ പകുതി എത്രയായിരിക്കും വിറ്റുപോയിട്ടുണ്ടാവുന്നത്? 10 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അവർ 10 വിറ്റു, 10 ഡോൾസ് ബാക്കി കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ എത്ര പാവകളാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക? 10 + 10 20 ഡോൾസ്, 20 പാവകളാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇനി എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ജസ്റ്റ് 2 days ഫോർ പൂരം, വി മസ്റ്റ് മേക്ക് മെനി ഡോൾസ്. മുത്തശ്ശൻ എന്താ പറഞ്ഞത്? ഇനി 2 ദിവസം കൂടിയുള്ളൂ പൂരത്തിന്. അപ്പോൾ അച്ഛൻ പറയാണ്, വി മസ്റ്റ് മേക്ക് മെനി ഡോൾസ്, നമ്മൾ കുറേ പാവകളെ ഉണ്ടാക്കേണ്ടതുണ്ട്. ക്യാൻ വി ഡു ഇറ്റ്? നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, വി വിൽ ഓൾസോ ഹെൽപ്പ്, ഞങ്ങളും കൂടി പാവകളെ ഉണ്ടാക്കാൻ സഹായിക്കാം എന്നാണ് ആ കുട്ടി പറയുന്നത്. സീ ദ നമ്പർ ഓഫ് ഡോൾസ് ദേ മെയ്ഡ് ഇൻ 2 days. ഫസ്റ്റ് ഡേ സെബി 12, ജോജി 6. ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ മേക്ക് ഇൻ ഓൾ? അവർ 2 ദിവസം ഉണ്ടാക്കിയ പാവകളാണ്. ഇനി പൂരത്തിന് 2 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ദിവസം സെബി 12 പാവകളും ജോജി 6 പാവകളും ഉണ്ടാക്കി. അപ്പോൾ ആകെ എത്ര പാവകളാണ് ഉണ്ടാക്കിയത്? 12 + 6 എത്രയാണ്? 18 ആണ് അല്ലേ? എങ്ങനെയൊക്കെ എഴുതാം നമുക്കത്? 12 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. 10 + 2 ആണ് 12 അല്ലേ? പിന്നെ 6. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കൂ. 10 + 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടി ഈ 8? മുകളിലുള്ള 2ഉം 6ഉം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 8 എന്ന് കിട്ടിയത്. ഇനി 10 + 8 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിതിൽ 12 + 6 എന്നുള്ളത് എന്ത് ചെയ്തു? 12നെ വീണ്ടും ചെറുതാക്കി. നമുക്ക് അഡീഷൻ ചെയ്യാൻ എളുപ്പത്തിന് 10 + 2 എന്നാക്കി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. സെക്കൻഡ് ഡേ സെബി മെയ്ഡ് 7 ആൻഡ് ജോജി 11. ഹൗ മെനി ഡോൾസ് ഇൻ ഓൾ? രണ്ടാമത്തെ ദിവസം സെബി 7ഉം ജോജി 11 പാവകളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആകെ എത്ര പാവകളാണ് ഉള്ളത്? 7 + 11, 7 കൂട്ടണം 11. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. എങ്ങനെയാണ്? 7 + 11. നമ്മൾ നേരത്തെ 12നെ 10 + 2 എന്നാക്കിയില്ലേ? അതുപോലെ തന്നെ 11നെ നമ്മൾ എന്താക്കുന്നു? 10 + 1 എന്ന് ആക്കുന്നു ആദ്യത്തേതിൽ. ഇനി എന്ത് ചെയ്യണം? ആ 10നെ എടുത്ത് ആദ്യം എഴുതി. പിന്നെയോ 7 + 1, 7ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് 8 എന്ന് കിട്ടും.
പിന്നെ 10 + 8 18 18 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ദിവസവും 18 ഡോൾസാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഡേയും 18 ഡോൾസാണ് ഉണ്ടാക്കിയത്. ഐ ഡിഡ് ലൈക്ക് ദിസ്. ഞാനും ഇതുപോലെ ഉണ്ടാക്കി. എങ്ങനെയാണ്? 7 + 11 7 + 10 + 1 = 17 + 1 = 18. How many dolls did Sebi make in 2 days? എത്ര പാവകളാണ് 2 ദിവസവും കൂടി സെബി ഉണ്ടാക്കിയത്? ആദ്യത്തെ ദിവസം 12 12 പാവകളും രണ്ടാമത്തെ ദിവസം 7 7 പാവകളുമായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കുന്നു അല്ലേ? എത്രയാണ്? 10 + 2 + 7. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതുമ്പോൾ 10 + 2ഉം 7ഉം കൂടി ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ 9 എന്ന് കിട്ടി. ഇനി 10 + 9 = 19. 19 പാവകളാണ് സെബി 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. ഹൗ മെനി ഡോൾസ് ഡിഡ് ജോജി മേക്ക് ഇൻ 2 days? 2 ദിവസം കൊണ്ട് ജോജി ഉണ്ടാക്കിയത് എത്രയാണ്? ആദ്യത്തെ ദിവസം 6ഉം രണ്ടാമത്തെ ദിവസം 11ഉം 6 + 11 അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. 6 + 11നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കുന്നു. 10 + 1 11 അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10 + 6 + 1 = 10 + 7 17. 17 പാവകളാണ് ജോജി ഉണ്ടാക്കിയത്. The remaining 6 of the dolls Sebi made were sold. Adira bought 2 and Thomas bought 4. How many left? Sebi made 12 dolls. Sold 6. Dolls left 12 - 6. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സെബി ഉണ്ടാക്കിയ 6 ഡോൾസ് വിറ്റുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 എണ്ണം ആതിരയും 4 എണ്ണം തോമസും വാങ്ങി. സെബി ആകെ ഉണ്ടാക്കിയ ഡോൾസ് എത്രയാണ്? 12 ഡോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും സോൾഡ് വിറ്റത് എത്രയാണ്? 6. ഡോൾസ് ലെഫ്റ്റ് ബാക്കിയുള്ള ഡോൾസ് ഇനി എത്രയാണ്? 12 ഡോൾസാണുള്ളത്. അതിൽ 6 എണ്ണം വിറ്റുപോയി. 12 - 6 = 6 തന്നെയാണ് വരുന്നത് അല്ലേ? നമുക്കത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയാലോ? 12 പാവകളാണുള്ളത്. അതിൽ നിന്നും ആതിര വാങ്ങിയ 2 എണ്ണം കുറയ്ക്കാം. അപ്പോൾ 12 - 2 12ൽ നിന്ന് 2 പോയാൽ 10 എന്ന് കിട്ടും അല്ലേ? ഇനി തോമസ് വാങ്ങിയത് എത്രയാണ്? 4 4 പാവകളാണ്. അപ്പോൾ ആതിര വാങ്ങിക്കഴിഞ്ഞ് ഇനി 10 പാവകളാണുള്ളത്. അതിൽ നിന്ന് തോമസ് 4 എണ്ണം വാങ്ങി. അപ്പോൾ 10 - 4 10ൽ നിന്ന് 4 പോയാൽ ബാക്കി എത്രയാണ്? 6 6 പാവകളാണ് ഉള്ളത്. അപ്പോൾ കറക്റ്റാണ് 6 6 പാവകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ 4 + 2 6 എന്ന് കൂട്ടി ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 12 - 6 എന്ന് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 6 തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഓരോരുത്തരുടേതായിട്ട് കണ്ടുപിടിച്ചു. അപ്പോഴും നമുക്ക് എത്രയാണ് ബാക്കി വന്നത്? 6 6 പാവകളാണ് ബാക്കി വന്നത്. നൗ വി ഹാവ് സബ്സ്ട്രാക്റ്റഡ് 6 ഫ്രം 12. നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു, കുറച്ചു അല്ലേ? 12ൽ നിന്നും 6 കുറച്ചു. എങ്ങനെയാണ്? ഹൗ ഐ കാൽക്കുലേറ്റഡ് 6 ആഡഡ് ടു 6. 6 പാവകളാണ് വിറ്റത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ 6 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി അല്ലേ? ഇനി ആ 12ൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത 6 പോവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6 6 തന്നെയായിരിക്കും അവസാനം വരിക. 7 dolls of the 11 dolls Joji made were sold. How many dolls are left? Joji made 11 dolls. Dolls left 11 - 7. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജോജി ഉണ്ടാക്കിയ 11 പാവകളിൽ 7 എണ്ണം വിറ്റുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 - 7 11 - 7. അപ്പോൾ എത്രയാണ് ബാക്കി വരുന്നത് എന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1 was sold first.
ഇതിൽ ആരാ വാങ്ങിയിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം ഉണ്ടാക്കിയതിൽ നിന്ന് 1 ആദ്യം വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 - 1 അപ്പോൾ എത്രയായി? 10 ആയി അല്ലേ. ദെൻ 6 മോർ സോൾഡ്, അതിന് ശേഷം 6 എണ്ണം കൂടി വിറ്റുപോയി. അപ്പോൾ 10ൽ നിന്ന് 6, 10ൽ നിന്ന് 6 പോയാൽ ബാക്കി വരുന്നത് 4, 4 ഹൗ ഐ കാൽക്കുലേറ്റഡ് 4 ആഡഡ് ടു 7, 4ഉം 7ഉം കൂട്ടി ഗിവ്സ് 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11, 11 കിട്ടി. ഇനി 11 - 7, ആ 11ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4, 4 കിട്ടും. ആഫ്റ്റർ ദ സെയിൽ, വിൽപ്പനയ്ക്ക് ശേഷം 14 dolls of the 19 Sebi made were sold and 15 dolls of the 17 Joji made were also sold. How many dolls are left with each? സെബി ഉണ്ടാക്കിയ 19 പാവകളിൽ 14 പാവകളും ജോജി ഉണ്ടാക്കിയ 17 പാവകളിൽ 15 എണ്ണവും വിറ്റു. ഇനി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര പാവകൾ ബാക്കിയുണ്ട്? വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും പോയി, അപ്പോൾ കുറഞ്ഞു അല്ലേ. അപ്പോൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അഡീഷനും സബ്ട്രാക്ഷനും നല്ലതുപോലെ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഡോൾസ് സെബി മെയ്ഡ്, എത്ര പാവകളാണ് സെബി ഉണ്ടാക്കിയത്? 19 പാവകളാണ്. സോൾഡ്, അതിൽ വിറ്റതോ 14 എണ്ണം. അപ്പോൾ 19 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്നും 14 എണ്ണം പോയി, ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഡോൾസ് ലെഫ്റ്റ്, അപ്പോൾ എന്ത് ചെയ്യണം? 19 - 14, 19 കുറയ്ക്കണം 14, എത്രയാണ് കിട്ടിയത്? 5. 5 ഡോൾസാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ഡോൾസ് ജോജി മെയ്ഡ്, ജോജി ഉണ്ടാക്കിയത് എത്രയായിരുന്നു? 17 ആണ്, 17 എണ്ണമാണ് അല്ലേ. അതിൽ സോൾഡ്, വിറ്റത് 15. അപ്പോൾ 17 ഉണ്ടായിരുന്നു, അതിൽ 15ഉം പോയി. ഇനി ബാക്കി വരുന്നത് 17 - 15, 2, 2 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ബോത്ത് ഓഫ് ദം ടുഗദർ? രണ്ടുപേരുടെയും കൂടി എത്ര പാവകൾ ബാക്കിയുണ്ട്? സെബിയുടെ കയ്യിൽ 5ഉം ജോജിയുടെ കയ്യിൽ 2ഉമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ 5 + 2 = 7. 7 പാവകളാണ് ഇനി ബാക്കിയുള്ളത് രണ്ടുപേരുടെയും കൂടി. Let us make a shirt. See the shirt Sebi and Joji made. Draw the same pattern on the right and make it prettier and color them too. സെബിയും ജോജിയും കൂടി ഉണ്ടാക്കിയ ഷർട്ടാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും പ്രിൻ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും എല്ലാം ഉണ്ട് അല്ലേ. എന്നിട്ട് കളർ കൊടുക്കുകയും വേണം. മേക്ക് എ ഷർട്ട് യൂസിങ് കളേർഡ് പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കളർ പേപ്പർ ഉപയോഗിച്ച് ഒരു ഷർട്ട് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് ഒട്ടിക്കണം. Let us write the prices. We will paste the price stickers. നമുക്ക് പ്രൈസ് ഉള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ ഒട്ടിക്കാം, പാവകളിൽ ഒട്ടിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റിക്കേഴ്സാണുള്ളത്? 75 ഉണ്ട്, 50 ഉണ്ട്, 40, 20, 90, 85, 59. 75 രൂപ എന്നുള്ളതുണ്ട്, 50, 40, 20, 90, 85, 59 ഇങ്ങനെ പല റേറ്റാണ് ഉള്ളത്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഏറ്റവും കൂടിയ വില ഏതാണ്? 90 ആണ് അല്ലേ. 90 ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ കണ്ടത്. അറേഞ്ച് ദീസ് പ്രൈസസ് ഫ്രം ദ ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ് ഇൻ ഓർഡർ. ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. 20, 40, 50, 59, 75, 85, 90. 20, 40, 50, 59, 75, 85, 90. Sonu has 50 rupee note and a 10 rupee note. Dolls of what all prices can he buy? സോനുവിൻ്റെ കയ്യിൽ 50 രൂപയും 10 രൂപയും ഉണ്ട്. അപ്പോൾ ഏത് ഡോളാണ്, ഏത് പ്രൈസിൽപ്പെട്ട ഡോളാണ് വാങ്ങിക്കാൻ പറ്റുക?
അപ്പോൾ 50 + 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 റുപ്പീസാണ് സോനുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ സോനുവിന് ഏത് ഡോൾ വാങ്ങിക്കാം? 60യേക്കാൾ കൂടുതൽ വിലയുള്ളത് വാങ്ങിക്കാൻ പറ്റില്ല, അതിനേക്കാൾ കുറഞ്ഞത് വേണം. അപ്പോൾ 59 രൂപയുടെ ഡോൾ വാങ്ങാം ഒന്ന്, അല്ലേ? ക്യാൻ സോനു ബൈ 2 ഡോൾസ്? 2 പാവകൾ വാങ്ങാൻ കഴിയുമോ? വാങ്ങാൻ കഴിയും അല്ലേ? ഏതൊക്കെ വാങ്ങിക്കാം? 60ൻ്റെ താഴെ വരുന്ന വില ഏതൊക്കെയാണ്? 20, 40, 50, 59 അല്ലേ? 2 പാവകളാണ് വാങ്ങേണ്ടത്. അപ്പോൾ 50യുടെ ഒരു ഡോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാങ്ങാനായിട്ട് സോനുവിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. 10 രൂപയുടെ പാവ ഇല്ല അല്ലേ? പിന്നെ ഏതൊക്കെ വാങ്ങാം? 20യുടെ ഒരു ഡോളും 40യുടെ ഒരു ഡോളും വാങ്ങാം. 20 + 40 60. അപ്പോൾ 2 ഡോൾ വാങ്ങാം. Let us stack the boxes. Look at the boxes of dolls stacked in 2 piles. Total number of boxes. പെട്ടികൾ അടുക്കി വയ്ക്കാം. പാവകൾ നിറച്ച പെട്ടികൾ 2 കൂട്ടമായി അടക്കി വച്ചിരിക്കുന്നത് നോക്കൂ. ആകെ പെട്ടികൾ എത്ര? ആദ്യത്തെ കൂട്ടം എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടാമത്തേത് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ആകെ ബോക്സസ് എന്ന് പറയുന്നത് 10 + 8 18 ബോക്സസ് ആണ് ഉള്ളത്. See the boxes stacked another way. In what other ways the boxes can be stacked? നേരത്തെ 10 + 8 എന്നായിരുന്നു അല്ലേ? ഇനി വേറെ രീതിയിൽ എങ്ങനെയാണ് അടുക്കി വച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തേതിൽ 12ഉം രണ്ടാമത്തേതിൽ 6ഉം. 12 + 6 12 + 6 അപ്പോഴും എത്രയാണ് ടോട്ടൽ വരുന്നത്? 18 ആണ്. ഇനി വേറെ ഏതെല്ലാം വഴികളിലൂടെ ഇതുപോലെ അടുക്കി വയ്ക്കാം 18 ബോക്സസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 11 + 7 11ഉം 7ഉം 18 ആണ്. പിന്നെ 13 + 5 13ഉം 5ഉം 18 ആണ്. 14 + 4 14ഉം 4ഉം 18 ആണ്. 17 + 1 17ഉം 1ഉം 18 ആണ്. 16 + 2 16ഉം 2ഉം 18 ആണ്. 15 + 3 15ഉം 3ഉം 18 ആണ്. ഇങ്ങനെ പല വഴികളിലൂടെ നമുക്ക് അടുക്കി വയ്ക്കാം. ഡിയർ, ബൈ 2 rolls of thread and a needle. ഒരു ഫാദർ ഒരു കുട്ടിയോട് പറയാണ്, ഡിയർ പോയി 2 റോള് നൂലും 2 ഉണ്ട നൂലും ഒരു സൂചിയും വാങ്ങിക്കൊണ്ട് വരൂ എന്ന്. ഷോപ്പിലെത്തിയപ്പോൾ കുട്ടി കടക്കാരനോട് പറയാണ്, ഐ വാണ്ട് 1 roll of thread and 2 needles. എനിക്ക് ഒരു റോള് നൂലും 2 നീഡിൽസും സൂചിയും തരൂ എന്ന്. കറക്റ്റാണോ പറഞ്ഞത്? അല്ല അല്ലേ? 2 റോൾ ത്രെഡാണ് വാങ്ങിക്കാൻ പറഞ്ഞത്, ഒരു നീഡിൽ മാത്രമേ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുട്ടി അത് മാറ്റി 2 റോൾ ത്രെഡ് എന്നുള്ളതിന് പകരം 1 ആക്കി മാറ്റി. ഒരു നീഡിലിന് പകരം 2 നീഡിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറയാണ്, 1 roll of thread is 10 rupees and a needle is 5 rupees. ഒരു ഉണ്ട നൂലിന് 10 രൂപയും ഒരു നീഡിൽ ഒരു സൂചിക്ക് 5 രൂപയുമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നത്. ഓ, മെയ്ഡ് എ മിസ്റ്റേക്ക്. വിൽ ഐ ഗെറ്റ് 2 needles ഫോർ ദ പ്രൈസ് ഓഫ് 1 roll of thread? അയ്യോ, മാറിപ്പോയല്ലോ, ഒരു നൂലിൻ്റെ വിലയ്ക്ക് 2 സൂചി കിട്ടുമോ എന്നാ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ആയിരിക്കാം സൂചിയുടെയും നൂലിൻ്റെയും വില? വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് 2 നൂലാണ് ഒരു സൂചിയും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 നൂലിന് എത്ര വരും? 10 + 10 20 എന്ന് വരും. ഒരു സൂചിക്ക് 5 25 ആണ് വില വരുന്നത്. പക്ഷെ കുട്ടി കടയിൽ പോയിട്ട് എത്രയാണ് വാങ്ങിയത്? 2 സൂചിയും ഒരു നൂലുമാണ് അല്ലേ? അപ്പോൾ ഒരു നൂലിന് 10ഉം 2 സൂചിയും കൂടി 5 + 5 10ഉമാണ് വരുന്നത്. അപ്പോൾ 20 വന്നിട്ടുള്ളൂ അല്ലേ? വിച്ച് കോസ്റ്റ് മോർ, 2 needles and 1 roll of thread or 1 needle and 2 rolls of thread? ഏതാണ് വില കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 നീഡിൽ വാങ്ങി 1 റോള് ത്രെഡ് വാങ്ങുമ്പോഴാണോ, 1 നീഡിൽ വാങ്ങി 2 റോള് ത്രെഡ് വാങ്ങുമ്പോഴാണോ
വില കൂടുതൽ. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ അല്ലേ? ഒരു സൂചിയും 2 നൂലും വീട്ടിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ വേണം? 2 നൂലിനും കൂടി 10 + 10 20, ഒരു സൂചിക്ക് 25 വേണം. എന്നാൽ കുട്ടി തെറ്റി വാങ്ങിയത് എങ്ങനെയാണ്? 2 സൂചിയും 1 നൂലും. ഒരു നൂലിന് 10, 2 സൂചിക്കും കൂടി 5 + 5 10. അപ്പോൾ എല്ലാം കൂടി എത്ര വരും? 10 + 10 20 റുപ്പീസേ വരൂ. അപ്പോൾ എങ്ങനെ വാങ്ങിച്ചാലാണ് കൂടുതൽ പൈസ വരുന്നത്? ഒരു സൂചിയും 2 നൂലും അല്ലേ? റൈറ്റ് ദ പ്രൈസസ് ഇൻ ഓർഡർ. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? കുറേ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹയസ്റ്റ് പ്രൈസ് ഏതാണ്? ഹയസ്റ്റ് പ്രൈസ് ഏതാണ്? 92 ആണ്. 92 ഹയസ്റ്റ് പ്രൈസ് വരുന്നത്. ആൻഡ് ദ ലോവസ്റ്റ്, ഏറ്റവും ചെറുത് ഏതാണ്? 25, 25 ലോവസ്റ്റ് പ്രൈസ്. റൈറ്റ് ദ പ്രൈസസ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ്. ഈ പ്രൈസുകളെല്ലാം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. അപ്പോൾ എത്രയാണ്? 92, 85, 70, 53, 38, 25. 92, 85, 70, 53, 38, 25. ക്ലോക്ക് മാത്ത്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ബ്ലാങ്ക് ബോക്സസ്. ഒരു ക്ലോക്കാണ് തന്നിരിക്കുന്നത്, കണ്ടില്ലേ? 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എന്ന്. ഇതൊക്കെ സമയമാണ് അല്ലേ? അതിന് മുകളിൽ വന്നിരിക്കുന്നത് മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്, കണ്ടോ? 12ന് നേരെ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 60. പിന്നെ 1ന് നേരെ എഴുതിയിരിക്കുന്നത് 5. അത് മിനിറ്റാണ്. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഇനി വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. 5 കഴിഞ്ഞാൽ 5 എണ്ണം വിട്ടിട്ട് വരുന്നതാണ് 10 അല്ലേ? 10 കഴിഞ്ഞാൽ 5 വിട്ട് വരുന്നതാണ് 15. അപ്പോൾ ഇനി 5 എണ്ണം കൂടെ കഴിഞ്ഞ് വരുന്നത് ഏതായിരിക്കും? 15 കഴിഞ്ഞാൽ +5 ഏതാണ്? 20, 20. പിന്നെ 25, 25, 30, 30, 35, 35, 40, 40, 45, 45, 50, 50, 55, 55, 60, 60. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഹൗ മെനി ഡോൾസ്? എത്ര പാവകൾ? ഓൺ Sunday, grandma, grandpa and mom made some dolls. See the number of dolls they made. ഞായറാഴ്ച ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും അതുപോലെ തന്നെ മോമും കുറച്ച് പാവകളുണ്ടാക്കി. ഗ്രാൻഡ്പ 4, ഗ്രാൻഡ്മ 8, മോം 6. How many dolls did they make all together? 3 പേരും കൂടി എത്രയാണ് ഉണ്ടാക്കിയത്? 4 + 8 + 6. 4 + 8 എന്നുള്ളത് ഒന്നുകൂടി ചെറുതാക്കി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 4 + 6 + 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി 4ഉം 6ഉം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി അല്ലേ? +2 12 ഡോൾസ്, 12 ഡോൾസ് എന്ന് കിട്ടി. ഇനി ആ 12 ഡോൾസിൻ്റെ കൂടെ മോം അമ്മയുണ്ടാക്കിയ 6 കൂടി കൂട്ടണം. അപ്പോൾ 12നെ ഒന്നുകൂടി ചെറുതാക്കുകയാണ്. എത്രയാണ്? 10 + 2 12 + 6 10 + 8 18 ഡോൾസ്. 18 പാവകളാണ് അവർ 3 പേരും കൂടി ഉണ്ടാക്കിയത്. ആ കുട്ടി എങ്ങനെയാണ് ആഡ് ചെയ്തത്? 4 + 6 10, 10 + 8 18. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. 4 + 8 + 6 എന്നുള്ളത് പല വഴികളിലൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് 18 എന്ന് കണ്ടെത്താൻ കഴിയും. 3 of the dolls they made were sold on Monday and 4 were sold on Tuesday. How many dolls left? They made 18 dolls. 3 dolls were sold on Monday. Dolls left. അവർ 18 പാവകൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ 3 എണ്ണം തിങ്കളാഴ്ചയും 4 എണ്ണം ചൊവ്വാഴ്ചയും വിറ്റുപോയി. ബാക്കി ഇനി എത്രയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ 18 - 3 മൺഡേ വിറ്റ് പോയത് എത്രയാണ്? 18 - 3 എന്ന് പറഞ്ഞാൽ $15 ആണ്. 18ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 15 പാവകളാണ്. ഇനി ട്യൂസ്ഡേ 4 എണ്ണം കൂടി വിറ്റുപോയി. അപ്പോൾ 15 - 4 = $11. 11 പാവകൾ. കണ്ടോ, 18 എന്നുള്ളത് 10 + 8 എന്നാണ് ആദ്യത്തേതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് 8 - 3, 8ൽ നിന്ന് 3 പോയപ്പോൾ 5 എന്ന് കിട്ടി. പിന്നെ 10 + 5 $15 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യകളെ ചെറുതാക്കിയിട്ടാണ് സബ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് 15 - 4 എന്നുള്ളത് 15 എങ്ങനെയാക്കി? 10 + 5 എന്നാക്കി. എന്നിട്ട് ആ 5ൽ നിന്ന് 4 മൈനസ് ചെയ്തു. അപ്പോൾ 10 + 1 11 എന്ന് കിട്ടി. ഇനി ആ കുട്ടി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 18 - 3 - 4. 18 - 3 - 4 എന്ന് എഴുതുന്നതിന് പകരം 3 + 4 7. 2 ദിവസത്തെയും ഡോൾസിൻ്റെ എണ്ണം 7 എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് 18ൽ നിന്ന് 7 മൈനസ് ചെയ്തപ്പോൾ 11 എന്ന് കിട്ടി. Who wins the prize? Do you want the prize in the box? Read the following and find the number. നിങ്ങൾക്ക് ആ ബോക്സിലുള്ള പ്രൈസ് കിട്ടണമെങ്കിൽ താഴെയുള്ളത് വായിച്ച് നമ്പർ കണ്ടുപിടിക്കണം. The number is between 6 and 19. What all numbers can it be? 6ൻ്റെയും 19ൻ്റെയും നടുക്കുള്ള നമ്പേഴ്സാണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഏതൊക്കെയാണ്? 6ൻ്റെയും 9ൻ്റെയും ഇടയിൽ വരുന്നത് 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 7 മുതൽ 18 വരെയുള്ള സംഖ്യകളാണ് 6ൻ്റെയും 19ൻ്റെയും ഇടയിലുള്ളത്. ഇറ്റ് ഈസ് എ 2-digit number. Strike out numbers to be removed. അതൊരു 2 അക്ക സംഖ്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 മുതൽ 9 വരെയുള്ള സംഖ്യകൾ റിമൂവ് ചെയ്യാം. കാരണം അതൊക്കെ ഒറ്റ അക്ക സംഖ്യകളാണ്, അല്ലേ? സിംഗിൾ നമ്പേഴ്സാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 15 and 19. Remove others. So what all can be the numbers? അത് 15ൻ്റെയും 19ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 16, 17, 18, അല്ലേ? If we remove the largest number left, what are the other numbers? വലിയ സംഖ്യ റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഈ എഴുതിയതിൽ 16, 17, 18 എന്ന് എഴുതിയതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അത് ഒഴിവാക്കാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഐദർ. അതിലുള്ള ചെറിയ സംഖ്യയുമല്ല. ഇനിയുള്ള 2 സംഖ്യകൾ എന്ന് പറയുന്നത് 16ഉം 17ഉമാണ്. അതിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്, അല്ലേ? അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. The number left is the number which wins the prize. What is the number? ഇനി ബാക്കി വരുന്ന നമ്പറാണ് സമ്മാനത്തിൻ്റെ നമ്പർ. ഇനി ബാക്കിയുള്ള നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. കാർഡ് ഗെയിം. ചൂസ് 2, 3 or 4 cards. Total should be 20. The winner will get the toys as a prize. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് 2, 3 അല്ലെങ്കിൽ 4 കാർഡുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ടത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 20 കിട്ടണം. 20 കിട്ടുകയാണെങ്കിൽ പാവ സമ്മാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് തിരഞ്ഞെടുത്ത് നോക്കാം. തിരഞ്ഞെടുത്ത കുറച്ച് കാർഡുകൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 12, 5, 3. 12ഉം 5ഉം 3ഉം എത്രയാണ് കിട്ടുന്നത്? 12 + 5 17 + 3 20. അപ്പോൾ ആദ്യത്തെ കാർഡ് 12, 5, 3 = 20. നെക്സ്റ്റ് 12 + 8. 12ഉം 8ഉം കൂട്ടുമ്പോൾ 20 20, അല്ലേ? ഇനി 16 + 4 16ഉം 4ഉം കൂട്ടുമ്പോൾ 20. ഇനി 4 കാർഡ് എടുത്ത് നോക്കാം. 7 + 3 + 8 + 2. 7 + 3 10, 10 + 8 18, 18 + 2 20. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം. 2, 3, 4 കാർഡുകൾ തിരഞ്ഞെടുക്കാം. ആൻസർ
20 20 കിട്ടണം. അരവിന്ദ് ഗോട്ട് 20 ഫ്രം 3 കാർഡ്സ്. ദ കാർഡ്സ് ഹീ ടുക്ക് ആർ. അരവിന്ദ് 3 കാർഡ്സാണ് എടുത്തത്. ഏതൊക്കെ കാർഡ്സ് ആയിരുന്നു? 14 പ്ലസ് 2 പ്ലസ് 4. 14 പ്ലസ് 2 16. 16 പ്ലസ് 4 20 20. ലൈല ഗോട്ട് 12 ഫ്രം 4 കാർഡ്സ്. ദ കാർഡ്സ് ഷീ ടുക്ക്. ലൈലയ്ക്ക് 4 കാർഡിൽ നിന്ന് 12 കിട്ടിയത്. അപ്പോൾ ഏതൊക്കെ കാർഡായിരിക്കും? 4 പ്ലസ് 6 പ്ലസ് 1 പ്ലസ് 1. 4 6 1 1. 4 6 10. 10 1 11. 11 1 12. Sonu took 2 cards and he got 17. What are the cards? സോനു 2 കാർഡ് എടുത്തപ്പോൾ അവന് 17 കിട്ടി. ഏതൊക്കെ കാർഡുകളായിരിക്കും? 16 പ്ലസ് 1. 16 1 കൂട്ടുമ്പോൾ 17 17 എന്ന് കിട്ടും. അപ്പോൾ സോനു എടുത്തത് ഈ 2 കാർഡുകളായിരിക്കാം. ടു ഗെറ്റ് 15 ഫ്രം 3 കാർഡ്സ് വാട്ട് കാർഡ്സ് ഷുഡ് വി ചൂസ്? 3 കാർഡിൽ നിന്ന് 15 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാർഡ് ചൂസ് ചെയ്യാം? 12 പ്ലസ് 1 പ്ലസ് 2. 12 പ്ലസ് 1 പ്ലസ് 2. അപ്പോൾ ആൻസർ കിട്ടുന്നത് 12 1 13. 13 2 15. വിനിത took 3 cards for the prize. What other card should she take? വിനിത ഏതൊക്കെ കാർഡാണ് എടുത്തത്? 13 4 1. ഒരു കാർഡും കൂടി വേണം. അപ്പോൾ ഏതായിരിക്കും? 13 പ്ലസ് 4 17. 17 പ്ലസ് 1 18. ഇനി 20 ആവണമെങ്കിൽ എത്ര കൂടി വേണം? 2 കൂടി വേണം. അപ്പോൾ അവിടെ 2 2 വേണ്ടത്. Okay dears, complete your textbook activities and study well. See you in next class. Thank you. Lime juice. 2 children drank 2 small glasses of lime juice and the elder sister drank 1 big glass. How much should they pay in all? ലൈം ജ്യൂസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ബിഗ് ഗ്ലാസ് 10 rupees, സ്മോൾ ഗ്ലാസ് 5 rupees. വലിയ ഗ്ലാസ്സിന് 10 രൂപയും ചെറിയ ഗ്ലാസ്സിന് 5 രൂപയുമാണ്. 2 കുട്ടികൾ ചെറിയ ഗ്ലാസ്സിലും ചേച്ചി വലിയ ഗ്ലാസ്സിലും നാരങ്ങ വെള്ളം കുടിച്ചു. ആകെ എത്ര രൂപ കൊടുക്കണം? 2 കുട്ടികൾ ചെറിയ ഗ്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സിന് 5 രൂപ. അപ്പോൾ 2 ഗ്ലാസ്സിലാവുമ്പോൾ 5 + 5 10 rupees. ചേച്ചി വലിയ ഗ്ലാസ്സിലാണ് കുടിച്ചത്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിന് 10 രൂപ. അപ്പോൾ ആകെ എത്രയാണ്? 10 + 5 + 5. 10 + 5 15. 15 + 5 20 20 രൂപ. One gets a big glass of lime juice for the price of 2 small glasses of lime juice. 2 ചെറിയ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൻ്റെ വിലയ്ക്ക് ഒരു വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടുമല്ലോ. പ്രൈസ് ഓഫ് ഓറഞ്ച്. The price of 1 orange is 9 rupees. If we buy 2 oranges, how much should we pay? ഒരു ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് 9 rupees ആണ്, 9 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 ഓറഞ്ചിനോ? 9 + 9. 9 + 9 എത്രയാണ് കിട്ടുന്നത്? 18 18. If 2 10 rupee coins are given, how much will we get back? നമ്മൾ 2 10 രൂപ നാണയങ്ങളാണ്, കോയിൻസ് ആണ് കൊടുത്തത്. എങ്കിൽ എത്ര രൂപ തിരിച്ചു കിട്ടും? 2 10 രൂപ എന്ന് പറയുമ്പോൾ 10 + 10 ആണ് അല്ലേ? 20 rupees. 20 രൂപയാണ് നമ്മൾ കൊടുത്തത്. ഓറഞ്ചിന് എത്ര രൂപയായി? 18. അപ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടും? 20 - 18. 2 രൂപ തിരിച്ചു കിട്ടും. Ants talk. Ask me, I will answer. What did the dolls say? Write the answer. 2 4 6 8 10 12. What is the next number? Ants എന്ന ഒരു ടോക്കിംഗ് ഡോളാണ്, സംസാരിക്കുന്ന പാവയാണ്. എന്ത് ചോദിച്ചാലും പറയും. അപ്പോൾ ചോദിച്ചത് 2 4 6 8 10 12. ഇത് കഴിഞ്ഞു വരുന്ന സംഖ്യ ഏതാണ്? 2 4 6 8 10 12. ഈവൻ നമ്പറാണ് അല്ലേ? 2 അക്ക സംഖ്യയാണ്. അപ്പോൾ അടുത്തത് വരുന്നത് ഏതാണ്?
12 plus 2, 14. Next, what is the largest one-digit number? ഏറ്റവും വലിയ ഒറ്റ അക്ക സംഖ്യ ഏതാണ്? ഏതായിരിക്കും? 9. 1 മുതൽ 9 വരെയുള്ളതാണ് ഒറ്റ അക്ക സംഖ്യകൾ അല്ലേ? അതിലേറ്റവും വലുത് എന്ന് പറയുന്നത് 9, 9 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ബിറ്റ്വീൻ 15 ആൻഡ് 17? 15നും 17നും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 15നും 17നും ഇടയിൽ വരുന്നത് 16, 16. നമ്പർ മാജിക്. 17 flowers in one basket. Janvi took 3. Now how many are left in the basket? 17 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജാൻവി 3 എണ്ണം എടുത്തു. അപ്പോൾ 17ൽ നിന്ന് 3 എണ്ണം പോയി എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ, മൈനസ് ആണ് ചെയ്യുന്നത്. 17 minus 3, 14. Lizzie put 4 new flowers in the basket. Now how many flowers in the basket? ലിസി 4 പുതിയ ഫ്ലവേഴ്സ് അതിലേക്ക് ഇട്ടു. അപ്പോൾ ഇപ്പോൾ ബാസ്ക്കറ്റിൽ എത്രയുണ്ട്? നേരത്തെ എത്രയായിരുന്നു? 14 ആയിരുന്നു അല്ലേ? അതിലേക്ക് 4 എണ്ണം കൂടി ഇട്ടപ്പോൾ എത്രയായി? 14 + 4, 18, 18 ഫ്ലവേഴ്സായി. രാജ് took 1 flower from the basket. Now how many are left in the basket? രാജ് അതിൽ നിന്നും 1 എടുത്തു. ഇപ്പോൾ എത്ര ഫ്ലവേഴ്സാണ് ഉള്ളത്? 18 ഫ്ലവേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ ബാക്കി 17, 17 ഫ്ലവേഴ്സ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഡു യു നോ ഹൗ ഐ ഫൈൻഡ് ഇറ്റ്? took 3 and put in 4. That makes 1 more, right? Then took 1. ഈ കുട്ടി എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? 3 എണ്ണം എടുത്തു, 4 എണ്ണം അതിലിട്ടു. അപ്പോൾ 3നേക്കാൾ 1 കൂടുതലാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടി അല്ലേ? പിന്നെ വീണ്ടും ആ ഒരെണ്ണം എടുത്തു. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. മാംഗോ മാത്സ്. 15 mangoes in a bag. Suhara took 3. Lizzie took 2. How many are left in the bag? 15 മാങ്ങകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണം സുഹറ എടുത്തു. അപ്പോൾ 15 minus 3 എത്രയാണ്? 12. 12 മാങ്ങകളാണ്. അതിൽ നിന്ന് ലിസി വീണ്ടും 2 എണ്ണം എടുത്തു. അപ്പോൾ 12 minus 2 = 10. 10 മാങ്ങകൾ. ഇനി ബാഗിൽ ബാക്കിയുള്ളത്. ഹൗ ഐ കാൽക്കുലേറ്റഡ്. ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 15 minus 3 ആദ്യം അല്ലേ? അപ്പോൾ 15നെ 10 ആക്കി, 10 + 5 എന്നാക്കി. എന്നിട്ട് 5ൽ നിന്നും 3 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? 10 + 2, 12 എന്ന് കിട്ടി. ഇനി ആ 12ൽ നിന്നും 2 ലിസി എടുക്കണം വേണ്ടേ? അപ്പോൾ വീണ്ടും 12നെ സ്പ്ലിറ്റ് ചെയ്തു, 10 + 2 എന്നാക്കി. എന്നിട്ട് അതിൽ നിന്നും 2 മൈനസ് ചെയ്തു. അപ്പോൾ 2ൽ നിന്ന് 2 പോയാൽ 0. ബാക്കി വരുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ? ഇനി നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് കൂടി നോക്കണം. Okay dears, complete your textbook activities and study well. See you in next class. Thank you.